ഹലോ എവരിബഡി, വെൽക്കം ടു യുണൈറ്റഡ് ടേസ്റ്റ്. ഇന്ന് നമ്മൾക്കല്ലോ ഒരു ലഞ്ചിൻ്റെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മീലിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് കേട്ടോ. അതായത് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു യൂസ്ഫുള്ളായിരിക്കും. പിന്നെ നോർമൽ ഫുഡ് കഴിച്ചു മടുത്തവർക്കും ലഞ്ച് പാക്ക് ചെയ്യാനും ഒക്കെ ഇത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിർ ഫ്രൈഡ് വെജിയാണ്. അത് ജസ്റ്റ് ക്യാബേജും ചിക്കനും വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. വാ. ഇതിന് ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ജൂലിയൻ കട്ട് ചെയ്യുന്നൊക്കെ പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ 2 ഗാർലിക് ക്ലോവ്സ്, പിന്നെ കുറച്ച് പെപ്പർകോൺസ്, ഒരു പച്ചമുളക്. ഓക്കെ, ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഒരു എന്താ പറയുക, ഒരു 300 grams ഒക്കെ ഉണ്ടാവുമായിരിക്കും പർപ്പിൾ ക്യാബേജ്. ഇങ്ങനെ നല്ല തിന്നായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വന്നിട്ട് കാണാം കേട്ടോ. ഇതാ നോക്കൂ, ഞാൻ ചിക്കൻ ഇങ്ങനെ സ്ട്രിപ്സ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ടുണ്ട്, പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തു, പെപ്പറും ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ ഓയിൽ ഒഴിക്കുകയാണ്. ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഗാർലിക് ആ ഓയിലിൻ്റെ ഒപ്പം അങ്ങനെ ഒന്ന് ഇൻഫ്യൂസായി അങ്ങനെ ആ ഗാർലിക്കിൻ്റെ സ്മെല്ല് ജസ്റ്റ് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ഈ ചിക്കൻ ഇങ്ങനെ കളറൊക്കെ മാറി ഫുൾ വൈറ്റായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മറ്റേ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് കയറി വരും. ഇനി ചിക്കനിൽ നിന്നുള്ള വെള്ളം റിലീസ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അതിന് ക്യാബേജിലും ധാരാളം വെള്ളം ഇറങ്ങും, അതും കൂടി കൺസിഡർ ചെയ്യണം. പക്ഷെ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും കൂടി ആ ക്യാബേജ് കുക്കായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചിക്കൻ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ക്യാബേജും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ ക്യാബേജ് ഞാൻ പർപ്പിൾ ക്യാബേജ് ആണല്ലോ എടുത്തിരിക്കുന്നത്. പർപ്പിൾ ക്യാബേജ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നോർമൽ ക്യാബേജിനേലും ഒരു ടെക്സ്ചർ ഡിഫറെൻ്റ് ഉണ്ട്. അത് ച്യൂ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കടിക്കുമ്പോഴൊക്കെ നല്ലൊരു രസമാണ് ഇത് കഴിക്കാൻ. കുക്കായി വരുമ്പോൾ ഒരു ഇതാണ്, തിക്നെസ് കൂടുതലുണ്ട്. പിന്നെ അതിന് പച്ചമുളകും ആഡ് ചെയ്തു കേട്ടോ. ഈ അല്പം കുറയ്ക്കാൻ നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് അത് മൂടി വെച്ച് കഴിക്കണ്ട കേട്ടോ. ധാരാളം വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും കുക്കായിപ്പോവും. ആ വെള്ളം നമ്മളങ്ങ് അപ്പം തന്നെ കളയണം. ഇതാ നോക്കൂ, നല്ല രീതിയിൽ ഇത് ആയി വരുന്നുണ്ട്. കുറച്ച് വെള്ളം ഇറങ്ങിയായിരുന്നു, ഞാനത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ചിക്കനും ധാരാളം വെന്ത് കല്ലായി പോവും, റബ്ബർ പോലെ ആയിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ക്യാബേജും വളരെയധികം ഓവർ കുക്ക്ഡായി പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ലൈക്ക്
ഇതൊന്ന് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ആവാം. ഓക്കെ, വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് ചെയ്യുമ്പോൾ. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. എന്താ നോക്കൂ മക്കളെ, വളരെ നൈസായിട്ടുള്ള എന്നാൽ നല്ല അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത്. ക്യാബേജ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. കാരണം ഇത് ഫുള്ള് ക്യാബേജിനും ചിക്കൻ്റെ ടേസ്റ്റാണ് വരിക. അപ്പോൾ ചിക്കൻ എന്തെങ്കിലും വെജ് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത്രയും നമുക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യാനായിട്ടുള്ള സിമ്പിളായിട്ടാണ് കേട്ടോ. ഓഫീസാണെങ്കിൽ വലിയ സ്മെല്ലും ഉണ്ടാവില്ല. നമ്മൾ ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും വലിയ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണത്. എന്താ നോക്കൂ മക്കളെ, സൂപ്പറല്ലേ, അടിപൊളിയായിട്ടല്ലേ. നമുക്കിതാ ഇങ്ങനെ ഒരു പീസ് എടുത്ത് കുറച്ച് ക്യാബേജും കൂടി എടുത്ത് വാവ് നോക്കൂ, കഴിച്ച് നോക്കാം കേട്ടോ. പെർഫെക്റ്റ്. ചിക്കൻ നല്ല സോഫ്റ്റാണ്, ക്യാബേജ് നല്ല എന്താ ഒരു മീറ്റ് കഴിക്കുന്ന ഒരു ടെക്സ്ചറാണ് കേട്ടോ. പർപ്പിൾ ക്യാബേജ് എപ്പോഴും കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഓവർ കുക്ക് ചെയ്യരുത്, ആ കാര്യം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക, ഓവർ കുക്ക് ചെയ്യാതിരിക്കുക. വെള്ളം ഇറങ്ങുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കണം. കാരണം പർപ്പിൾ ക്യാബേജിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും, ചിക്കനിലും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും റിലീസായി വരും. അതപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ രണ്ടും ഓവർ കുക്കായി പോകും. ചിക്കൻ ബ്രസ്റ്റ് പ്രത്യേകിച്ചും ഓവർ കുക്കായി കഴിഞ്ഞാൽ ഭയങ്കര റബ്ബർ പോലെ ഇരിക്കും. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐറ്റം. കണ്ടല്ലോ, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അടുത്ത എപ്പിസോഡ് നല്ല ഇതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റവുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ഫ്രം ജിബൻ.